കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പണ്ടെല്ലാം സിംഗപ്പൂരിൽ പോകുമായിരുന്നു. അത് ബാക്കി തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തുള്ള ബാക്കി സമുദായക്കാരും പോകുമായിരുന്നു. അതിനുശേഷമുള്ള പോക്കെന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അവർ പൈസക്കാരായി. അവരുടെ മക്കളെ നല്ല നല്ല വിദ്യാഭ്യാസം ചെയ്ത്, അവർ ബിസിനസ് ചെയ്തും അവർ നല്ല നിലയിൽ ഉയർന്ന്, അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യം പോലെ ഉണ്ടാക്കി, അവർക്ക് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിലായി. അതിൽ അസൂയ മൂത്തിട്ട് ക്രിസംഗികളും സംഘികളും വെച്ച് വല്ല കാര്യമുണ്ടാ? അധ്വാനിക്കണം. അവർക്ക് മക്കളുണ്ട്, ആവശ്യം പോലെ മക്കളുണ്ട്. ഇവരെന്താണ് കള്ളും കുടിച്ച് ബോധവും കെട്ട് കിടക്കും. നാട്ടിലുള്ള ഏത് സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും എല്ലാവർക്കും മുസ്ലിങ്ങളെ പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട്. കാര്യം ആ സ്നേഹം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലും അതിലും ഇതിലുമൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുക. മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, അവർ തീവ്രവാദികളാണ്, റാഡിക്കൽ ഇസ്ലാമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമും ഇല്ല. 850 വർഷം ഇന്ത്യ ഭരിച്ച ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അവരാരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടില്ല. ഇവിടെ വേറെ ആരെങ്കിലും ഭരിക്കട്ടെ. ഇംഗ്ലീഷുകാർ ഭരിച്ചതെന്ന് പറയുന്നത് ഇന്ത്യ 150 വർഷമാണ്. അവരതിനിടയിൽ എന്തെല്ലാം ഉണ്ടാക്കി. നിങ്ങൾ കാണുന്ന ഇന്ത്യയിൽ കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും കൈയടച്ച് ക്രിസ്ത്യാനികൾ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കും. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ കത്തോലിക്ക സഭ, ആയിരക്കണക്കിന് ഏക്കർ, അതെല്ലാം പതിച്ചു കൊടുത്തത് ഇംഗ്ലീഷുകാരാണ്. അതേസമയം മുസ്ലിങ്ങൾ ഭരിച്ച് ഇന്ത്യ ഭരിച്ച് 850 വർഷം ഭരിച്ചു. ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു സെന്റ് ഭൂമി മുസ്ലിങ്ങൾക്കോ മുസ്ലിം സ്ഥാപനങ്ങൾക്കോ കൊടുത്തിട്ടുണ്ടോ? പറയട്ടെ, ചരിത്രം പറയട്ടെ. ചരിത്രം ഇവിടെ തുറന്ന പുസ്തകമല്ലേ, പറയട്ടെ. ഇവരെല്ലാം പറയട്ടെ. കഴിയുമോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പള്ളിയോ ഒരു മദ്രസയോ അന്യന്റെ വസ്തുവിൽ കയറ്റാൻ പാടില്ല, നിർമ്മിക്കാൻ പാടില്ല. അത് ദൈവകോപത്തിന് കാരണമാണ്. മന്യന്റെ വസ്തുവിൽ ചെയ്തതല്ല പള്ളിയും മദ്രസയും ഉണ്ടാക്കാനുള്ളത്. അതുണ്ടാക്കാനുള്ളത് ആ മഹലിലുള്ള, അതായത് ആ സ്ഥലത്തുള്ള ആൾക്കാർ പണം എടുത്തു കൂട്ടി പള്ളി ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിലേ എന്നെയും നിങ്ങളെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവ് അത് സ്വീകരിക്കുക. അത് ഏത് സമുദായത്തിനും അങ്ങനെയാണ്, പക്ഷെ മറ്റവർക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ ഈ സത്യം പറയുന്നു എന്നുള്ളത് വർഗീയവാദിത ആയതുകൊണ്ടൊന്നല്ല. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളൊക്കെ പല സ്ഥലത്തും ഒന്നിച്ച് യാത്ര പോയിട്ടുണ്ട്. പോകുമ്പോഴെല്ലാം പള്ളിയുടെ സമയമാകുമ്പോൾ എനിക്ക് അവർ വണ്ടി നിർത്തിയിട്ട് ഞാൻ പള്ളിയിൽ കയറി നിസ്കരിക്കും. അവർക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ നിർത്തി കൊടുക്കും. അവർ അമ്പലത്തിൽ കയറി തൊഴുത് കുറുകി തൊട്ട് വരും. ക്രിസ്ത്യ